ഒരു ടാറ്റയും കൊണ്ടേ അത്യാവശ്യം കുന്ന് കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി അവിടെ എത്തിയത് എന്താ കാണുന്നൊരു ഐഡിയ ഇല്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ഞാൻ എവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത് കേട്ടോ. ലേറ്റ് ഇല്ല, ഇവിടെ ഒട്ടും ലേറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോ, പക്ഷേ കാണാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആയോ. അപ്പോൾ പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ആയപ്പോൾ ഞാനിതിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ അല്ലേ നിങ്ങൾക്കൊരു സംശയം. അപ്പോൾ ഞാനിതാ ഒറ്റയ്ക്ക് പോണത്. ഇന്ന് ഈവനിങ് ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോബിന് കയറുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് അനിയേട്ടനെ വഹിക്കുന്നുണ്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണി 4 മണി ആ ടൈം ആയപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് അന്ന് എത്തിയതിന് ശേഷം അതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ വിൻചേച്ചി അതൊക്കെ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ പോയതായിരുന്നു. അങ്ങനെ അവരെത്തിയതിന് ശേഷം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങളവിടെ ഈ ദിവസം ബലിപെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ പോണ ലൊക്കേഷനിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എന്തായാലും ഈ സൈഡിലോട്ട് ഇറങ്ങാൻ വണ്ടി അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പോകുന്നതിൻ്റെ കുറച്ച് പ്രഹസനമാണ് കേട്ടോ. അപ്പോൾ ഞാനും വിൻചേച്ചി അതുപോലെ തന്നെ അനിയേട്ടനും ഏട്ടനുമാണ് ഉള്ളത് ഇപ്പോൾ. പിന്നെ നമുക്ക് വഴിയിൽ നിന്ന് വേറെ ഒരാളെയും കൂടി കൂട്ടാനുണ്ട്. അങ്ങനെ ആളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ആരാന്നല്ല, അത് വേറെ ആരില്ല, അനിയേട്ടൻ്റെ വലിയ മാമനാണ് കേട്ടോ, അമ്മേൻ്റെ വലിയ ആങ്ങളെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി, ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറൊരു ടീം കൂടി ഉണ്ട്. അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോകുന്ന റിസോർട്ടിലേക്ക് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആണ് പോണത്, അവർ ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോണ വയ്ക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒന്ന് ചില്ല് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവരും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ബാക്കി ചിക്കനും അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ ഞങ്ങളും വാങ്ങിക്കും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ചായക്കട സെറ്റപ്പ് കണ്ടപ്പോൾ അവിടെ കയറാൻ വിചാരിച്ചു. കാരണം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇനി എവിടേക്കാണ് എന്തൊക്കെയാണ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അപ്പുറം പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ചായ അടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അനിയേട്ടനെയും മാമനാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു ആലപ്പുഴ വെഡ്ഡിങ്ങിൻ്റെ ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞതാണ് ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം പോണതേ അറിയില്ല കേട്ടോ. അപ്പോൾ മാമ എന്തൊക്കെയോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പല ചായയും ബൂസ്റ്റും അങ്ങനെ പലതും, പിന്നെ കുട്ടികളായാലൊക്കെ പല കടികളായിട്ടൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ഇരുന്നിട്ട് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഈ ഒരു മഴ, ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം വരെ അതെന്താണ് ഞാൻ അങ്ങനെ ഒരു മൊന വെച്ചൊരു സംസാരം എന്നുള്ളത് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതുവരെയൊക്കെ നമ്മൾ നല്ല രീതിയിലായിരുന്നു, ഭയങ്കര ചിരിയും കളി തമാശയായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങോട്ട് ഇതുപോലൊരു മുട്ടൻ പണി ഞങ്ങൾക്ക് വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ സമയത്തൊക്കെ ഞങ്ങൾ പാട്ടും കേട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ചില്ലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു ഇടയ്ക്കിടയ്ക്ക് മഴ വരും, പിന്നെയും പോകും, അങ്ങനെയൊക്കെ. അപ്പോൾ അത് ചില്ലായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിരുന്നു കേട്ടോ. പിന്നെയാണ് ആ ഒരു മുട്ടൻ പണി കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇടയ്ക്കൊരു മഴ വരും, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയൊരു മിന്നൽ വരും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഒരു വീട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. സോറി, ഞാൻ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞല്ലോ, കക്കാടംപൊയിലാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെപ്പോഴേക്ക് കണ്ടോ നല്ല കോട പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിലൊക്കെ കൊക്കയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കണ്ടോ നല്ലൊരു കോട പോലെ വരുന്നുണ്ട് ഈ ഒരു ടൈമിലൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കണ്ടോ നല്ല പോലെ മഞ്ഞ് മുന്നിക്ക് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മുന്നിക്ക് അങ്ങോട്ട് കാണില്ല. ആ ഒരു ലൈറ്റ് കണ്ടോ, അത് കുറേ ദൂരെയാണ്. അവിടെ നിന്നുള്ള ആ ലൈറ്റ് മാത്രമേ ഞങ്ങൾക്ക് കാണുള്ളൂ കേട്ടോ. തൊട്ട് താഴെ എന്താണെന്നുള്ളത് അത്രയും താഴത്തേക്ക് ലൈറ്റ് അടിച്ചാൽ മാത്രമേ കാണണ്ടേന്നുള്ളൂ. ഈ ഒരു വലിയൊരു കയറ്റം കയറാൻ കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ റോഡ് പണി നടക്കണോണ്ട് തന്നെ നമുക്ക് കാറ് കയറൂല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മുന്നിക്ക് ഒന്നും കാണുന്നില്ല. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റോഡാണെങ്കിലും ഭയങ്കര മോശം. നമുക്ക് ഓൾറെഡി പരിചയമുള്ള റോഡും കാര്യങ്ങളൊന്നും അല്ല. അത്രയും താഴത്തേക്ക് ലൈറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. അതുപോലെ തന്നെ നല്ല വഴുക്കലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചളി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറച്ചധികം ടാസ്ക്കായി പോയി. കാരണം നമുക്ക് ലഗേജ്, കുട്ടികൾ എല്ലാവരും ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി എങ്ങനെയോ ഉന്തി തള്ളി കയറ്റി അവിടെ മേലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി.
അപ്പോൾ ഇത് മാത്രമായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബാക്കി ഞാൻ ഭാഗം ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ അങ്ങോട്ട് എൻ്റെ ഫോൺ അവിടെ എവിടെയോ ചാടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റിട്ടേൺ പോയി. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് വലിയൊരു കയറ്റം പിന്നെയും കയറാണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പൊന്നോ ഒരു വിധം ഞങ്ങൾ നടന്ന് കുഴങ്ങി ഒരു വിധം ഞങ്ങൾ എത്തിപ്പെട്ടു ഇവിടെ. അത്ര ഇടയും പറയാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മാമ, അപ്പോൾ മാമൻ്റെ ഭാര്യ, ആ അമ്മായിയും അതുപോലെ തന്നെ മാമൻ്റെ മകൾ, അനിയേട്ടൻ്റെ ചേച്ചി, അവരെല്ലാവരും ആണ് കേട്ടോ ഉള്ളത്. പിന്നെ അവരെ ഹസ്ബൻഡും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇതൊക്കെ ഞങ്ങൾ വന്ന സമയത്തുള്ള സാഹസിക കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കാരണം അവർ ഉച്ചയ്ക്ക് എത്തിയതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. കയറ്റം കയറുമ്പോഴായാലും ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എല്ലായിടത്തേക്കും കാണുന്നതുകൊണ്ട് തന്നെ മുന്നിലേക്കുള്ള വഴിയും കാര്യങ്ങളൊന്നും കാണാനും ഇതിനൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും കാട്, രണ്ട് സൈഡിലും ഇരുട്ടാണ്, ഫ്രണ്ടിലേക്കും കാണുന്നില്ല. അപ്പോൾ അത്രയും നമുക്ക് അറിയൂലല്ലോ ഇത് സ്ഥലം എങ്ങനെയാണ്, മുന്നിലുള്ള എങ്ങനെയാണെന്നുള്ളത്. ഇത് രാവിലെ ആയിട്ടാണ് ഞങ്ങൾ ഈ വന്ന സ്ഥലം തന്നെ ശരിക്കും കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിൽ ചായ കുടിക്കാൻ കയറിയ സമയത്ത് മാമ ഇവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മിഠായി ഇവർക്ക് ഞാൻ തൊലിച്ച് കൊടുക്കുകയാണ് ഇവിടെ എത്തിയതിന് ശേഷം. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഇതാ ഞാൻ തനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇനിയാണ് നമ്മൾ പൂളിലോട്ടൊക്കെ ഇറങ്ങാൻ പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടുത്തെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ ചായ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാമ വണ്ടി കയറിയ സമയത്ത് പൊക്കോടൊക്കെ വാങ്ങിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ എത്തിയിട്ട് കഴിച്ചു. പിന്നെ അത് അവിടെ കണ്ടോ നല്ല പോലെ കോട വന്നിട്ടുണ്ടല്ലോ. അടിപൊളിയായിരുന്നു. ഇവിടെ എത്തിപ്പെട്ടപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിരിക്കുന്നതിനിടയിൽ ആ തനുമോളും അതുപോലെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ യാത്രേൻ്റെ ക്ഷീണമൊന്നും ഈ സമയത്തൊന്നും വല്ലാതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരോ വില്ല പോലെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ നിലയാണിത്. ഈ ഒരു നിലയിൽ 2 ടെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ഊഞ്ഞാലും പിന്നെ ഈ ക്യാരംസ് അതുപോലെ അങ്ങനെ കുറച്ച് സെറ്റപ്പ് ആണിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. പിന്നെ താഴത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹാള് പോലെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ബെഡ് അങ്ങനെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലോട്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താ നിങ്ങൾ കണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ നീന്താൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് എന്തൊക്കെ കൂടിയാ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാക്കി വിൻറ്റേജ് ഈ റിങ് തന്നപ്പോൾ ഞാൻ അതിൽ പിടിച്ചങ്ങ് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ മേലോട്ട് കയറി വരാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. ഈ വെള്ളത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. പിന്നെ വിൻറ്റേജാണെന്നുണ്ടെങ്കിൽ അതുവിനെ നീന്താൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവന് ഓൾറെഡി ഇങ്ങനെയൊക്കെ അറിയാം. അവൻ്റെ അമ്മച്ചനെ വീട്ടിൽ ചെന്ന് അവനിങ്ങനെയൊക്കെ അവിടെ പുഴയിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെയും ഇങ്ങനെ വിൻറ്റേജ് ഇതാ കാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും ചെറുതായ സമയത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നീന്തി ചെയ്യാമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അത്യാവശ്യം വൈകിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടാണ് ഞങ്ങൾ ചിക്കനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആ ഒരു ടൈമിൽ എത്തിയതുകൊണ്ട് തന്നെ പിന്നെ കുക്ക് ചെയ്യാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ പൂളിൽ തന്നെ ഇറങ്ങി. പിന്നെ ആ വന്ന യാത്രാക്ഷീണം ഒന്ന് മാറണമല്ലോ. അപ്പോഴേക്കും ഇതാ ഇവരെന്നെ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ക്യാരംസ് കളിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ ടെൻറ്റിൽ കിടക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ റൂമിലുണ്ട്. അങ്ങനെ എല്ലാവരും പല വഴിക്കായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് എല്ലാവരോടും സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതാ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങിയതല്ലേ, പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്ന് ആടിയതിനൊക്കെ ശേഷം പിന്നെ ഇതാ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയോ 1:30 ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ കിടക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഞങ്ങൾ ഈ ടെൻറ്റിലാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ കൂടെ വന്ന ആളും കിടന്നിട്ടുണ്ട്. പിന്നെ താഴത്തെ നിലയിൽ വിൻചേച്ചി ഏട്ടന്, പിന്നെ അതിൻ്റെ താഴെ ബാക്കിയുള്ള എല്ലാവരും കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു ടെൻറ്റിലൊക്കെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഉറക്കമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഈ ടൈമിൽ ആരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് അടിപൊളി. നല്ല എന്താ പറയുക, മഴയും അതുപോലെ ആ തണുപ്പും പിന്നെ ഇങ്ങനെ റിസോർട്ടിൽ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഗുഡ് ഫീലും അതുപോലെ തന്നെ ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഒരു വ്യൂ കണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു മൈൻഡ് തന്നെ ഭയങ്കര റിലാക്സ് ആയി പോകും കേട്ടോ. എന്താ പറയുക, കിളികളുടെ ഒക്കെ ഒരു സൗണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമുക്കൊരു വേറെ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ നല്ല കോടയാണ്. പിന്നെ മേലെ തന്നെ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അടുത്ത് ഈ ഊഞ്ഞാലിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ഒരു വാഷ് ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ താഴത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ആരെങ്കിലും എണീറ്റിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ മേലെ നിന്നുള്ള വ്യൂ ഒക്കെ കുറച്ച് സമയം ഇരുന്ന് കണ്ടതിന് ശേഷം എന്താ ഇതാണ് കേട്ടോ ഈ ഒരു ടെൻറ്റ്. തൊട്ടടുത്തടുത്താണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞാൻ അവരാരെയും ഉണർത്താതെ നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇവിടെ ഈ ഒരു റൂമുള്ളത്, അവിടെയാണ് വിൻചേച്ചി ചേട്ടനും കടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു കിച്ചണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വേണം നമ്മൾ പുറത്തെത്താൻ വേണ്ടത്. ഈ സൈഡിലും റൂമാണ് കേട്ടോ. പിന്നെ അത് ആ ഒരു ഡോറിൻ്റെ ആയിക്കൂടെ പോയാലും നമുക്ക് പൂളിൻ്റെ അങ്ങോട്ട് എത്താം. അങ്ങനെ അത് അവിടെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് മേളിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് നേരം അവിടെ ഇരുന്നു, പിന്നെ ആരും എണീറ്റിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മേളിൽ തന്നെ കയറി വന്നു. പിന്നെ ഈ ഒരു ഊഞ്ഞാലിൽ ഇതാ കുറച്ചധികം നേരം ഇരുന്ന് ഇങ്ങനെ ആടിയിട്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഭയങ്കര കൂളായിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലൈമറ്റും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ഇങ്ങനെ മഴ ചാറ്റിൽ തുടങ്ങിയിട്ടോ. ഇങ്ങനെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ചാറ്റിൽ പോലെ, വലിയ ഊക്കിലുള്ള മഴയൊന്നുമല്ല, പക്ഷേ ചെറിയ ചാറ്റിൽ പോലെയുള്ളൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നീക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ എല്ലാവരും വെള്ളത്തേക്ക് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അവരപ്പോൾ ഇറങ്ങിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്നുമല്ല, ഞാനും വിൻചേച്ചി സൻചേച്ചി പിന്നെ അതുപോലെ തന്നെ കുട്ടിപ്പടകൾ മാത്രം. അങ്ങനെ പിന്നെ ചെറിയ കുട്ടീസിനെ കൊണ്ടുപോകണില്ല കേട്ടോ. അതുവിനെയും തനുവിനെയും കൊണ്ടുപോകണില്ല, ചേച്ചീൻ്റെ കുട്ടികളെ മാത്രമേ കൊണ്ടുപോകണുള്ളൂ കേട്ടോ.
കാരണം ഞങ്ങൾ പോകാൻ പോണ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരിശുമല കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടല്ല, മല എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, കുന്നുമലയൊക്കെ കയറി പോകണം. അപ്പോൾ ഇതാ കയറ്റം വലിയ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് നടത്തത്തിന് വലിയൊരു ഊക്കില്ലാത്തത്. പിന്നെ അത് തിരിഞ്ഞൊക്കെ നടക്കണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ചെറുതിലേക്ക് ഇട്ടിട്ടുള്ളതാണ്, നമ്മളിങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സ്പീഡ് കൂടുന്നുള്ളത്. അങ്ങനെ ഞാൻ അത് തിരിഞ്ഞും, നമുക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ മലയും കുന്നൊക്കെ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി പോണ റൂട്ട് ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ റൂട്ട് സൈഡിലൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ശ്രീമോളും ആ റൂട്ട് കൂടിയും കയറി പോയിട്ട്, കാരണം എന്താ വെച്ചാൽ എങ്ങനെയായാലും ഭൂമി വരേണ്ടതല്ലേ, നമ്മൾ എത്തുമല്ലോ എന്നുള്ള മൈൻഡിൽ ആവശ്യം കുന്ന് കയറിയിട്ടാണ് ഇവിടെ എത്തി. അവിടെ എത്തിയാൽ എന്താ കാണുന്നൊരു ഐഡിയ ഇല്ല. ബാക്ക്ഗ്രൗണ്ട് അടിപൊളി. നിങ്ങൾ രണ്ടാളുവാണെങ്കിൽ ഉള്ള ഷോർട്ട് കട്ട് പിടിക്കുക. അവിടെ എത്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചെത്തി. അപ്പം ഞാനും ചേച്ചി മിൻചേച്ചി കുട്ടീസും മാത്രമേ പോന്നിട്ടുള്ളൂ. ഏട്ടന്മാരും അമ്മയൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ. മാമ ഇതുവരെ വന്നിട്ട് തിരിച്ചുപോയി. കാരണം ഇതുവരെ വന്നു വെച്ചാൽ അവിടെ നിന്നൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ കുറേ ദൂരം പോകണ്ട്. ഗൈസ്, ഈ വഴി കാണിച്ചുതരാം. ഓളെ ചെരുപ്പ് കുട്ടി വഴിയാണ് കാണിച്ചുതരാം. ഈ ഇടയിൽ കൂടെ കയറാൻ ഇവിടെയും കാട് കണ്ടോ. ഇവിടെ എത്തിട്ടോ. അവിടെ എത്തിയുണ്ട്. ഓല് ഇതിൽ കൂടെ വന്നു. ശ്രീമോളെ കെട്ടുന്ന ഞങ്ങൾ ഫേസുള്ളൂ. ഇതിൽ കൂടെ ഈ ഇടയിൽ കൂടി കയറി. അവിടെക്കുള്ള മഞ്ഞ് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ആ മല, അതിൻ്റെ മേലെ ഇതാക്കണ ഓരോ ചെക്കന്മാർ, അതൊക്കെ ആൾക്കാരാണേ. ആ വക്കിലൊക്കെ ഇവിടെ നല്ല വ്യൂ നോക്കിയാൽ ഇതിലെത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ്, പക്ഷെ നല്ല മഞ്ഞ് അത്യാവശ്യം. ആ മലേൻ്റെ മുകളിൽ ചെക്കന്മാർ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ കൂടെ അവിടെ നിന്ന് കയറ്റം കയറിയതാ ചെക്കന്മാരാ, അറിയില്ല ആരാന്നാവോ. അത് ഫുള്ള് കയറിയിട്ട് അവിടെ എത്താം കേട്ടോ. അവരൊക്കെ ഇവിടെ എത്തിച്ചുള്ളൂ. ലൈറ്റൊക്കെ വന്നു തുടങ്ങിയില്ലേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല അല്ലേ. ശ്രീമോളെ ചെരുപ്പൊക്കെ ഊരിയാ നടക്കണേ. ആ പിന്നെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ഇതൊക്കെ ചെറിയ ക്ലിപ്പെടുത്തു. ഇനി രാവിലെ അത്യാവശ്യം കാണിക്കാം. ട്രൈപോഡ് എടുത്താൽ മതിയെന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗിൽ സേഫാക്കി വെച്ചിട്ടുണ്ട്. ശ്രീമോളെ കൊണ്ടുവന്ന് ബാഗിൽ വെച്ച് ഷെൽഫിലൊക്കെ വെച്ച് പൂട്ടിയിട്ടുണ്ട്. അതിന് ഇനി അതുപോലെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി വീട്ടിലേക്ക്. ഇപ്പോൾ അത് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു. കുട പിടിക്കാനുള്ള മടിക്ക് ഇങ്ങനെ കയറ്റിട്ട് നമ്മളെ അടിപൊളി. നമ്മൾ ഈ മേളിലെ സ്വിമ്മിങ് പൂള് കാണുന്നുണ്ടോ. ഞങ്ങളത് കോമൺ ആയിട്ട് ഫ്രണ്ട് ഏരിയ. ഞങ്ങൾ ഈ മേലെത്തി കഴിഞ്ഞിട്ട് അവിടെ നോക്കിയാൽ കാണുമല്ലോ. ഞങ്ങൾ വരുന്ന വഴി നിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിൽ. എന്താ നമ്മളെ റിസോർട്ടിൻ്റെ പേരെന്തായിരുന്നു? ഡൂറ ട്രീസ്കേപ്പ്. വഴി കാണിച്ചു തരട്ടോ കേട്ടോ. അങ്ങോട്ടും ഒക്കെ ഈ ഇടയിൽ കൂടെ വരണം. കുരിശുമല വിചാരിച്ച് പോകുന്നതാണ്. ആ മലേൻ്റെ മുകളിലെത്തിയിട്ട് ഇനിയും പോവാനാ കണ്ടോ. അവിടെയൊക്കെ പോയി ഇറങ്ങി കയറി ആ മലേൻ്റെ മേലെത്തിയിട്ടും കുരിശുമല കാണൂല. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ആ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കണില്ല അല്ലേ. ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം.
അവിടെ തട്ട് തട്ട്. ഇവിടെ കട്ട കടിക്കൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ എത്തിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് അടിപൊളിയാണ്. ഇത് അടിപൊളിയോ ഇവിടെ നിന്ന് സഞ്ചേച്ചി. അങ്ങനെ അവസാനം ഞങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടോ, കുരിശുമല കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീഡിയോസ് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോണിൽ ആകെ 4-5% മാത്രമേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഫോട്ടോസൊക്കെ ഞാനിതാ അതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാൻ കംപ്ലീറ്റ് അങ്ങനെ വീഡിയോസ് തന്നെ അങ്ങനെ കൊടുത്തു പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും എല്ലാ ഫോട്ടോസും. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് റിട്ടേൺ പോരുന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ചേച്ചി പിന്നെ ഫോണിൽ ഇതാ 2% കേട്ടോ ചാർജ്. സ്വിച്ച് ഓഫ് ആയിക്കോട്ടെ എന്നുള്ള മൈൻഡിൽ എടുക്കുകയാണ്. അവിടെ നിന്നുള്ള ക്ലിപ്പ് പിന്നെ ഞാൻ ചേച്ചിയുടെ ഫോണിലെടുത്തു, കാരണം ഇത് ഞാൻ നോക്കിയില്ല. ഇറങ്ങ ഈ സമയം കടന്നു പോകുന്ന കേട്ടിട്ടില്ല. ടാറ്റേ കൊണ്ടേ കാലിക്കട്ട ഉണ്ടാക്കി കുടിച്ചത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ച കുറച്ചുകൂടി എനർജി കിട്ടിയിരുന്നു അല്ലേ. പക്ഷെ അതിന് മുന്നേ ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ്. ചെന്നിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ പൂളിൽ കുറച്ച് നേരം, അത് കഴിഞ്ഞാൽ പോവാം. നമുക്ക് 12 മണി വരെ ടിക്കറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഗേറ്റ് ഉണ്ടോ? ആ ഗേറ്റ് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന ഇവിടെയാണ് നമ്മൾ റിസോർട്ട് കാണിച്ചത്. അവിടെ കിട്ടിയോ? ആ അവിടെയാണ് ഈ ഫ്രണ്ടിന്ന്. ആ ഇതാണ് ഞങ്ങളെ റിസോർട്ട്. ഈ ക്ലിപ്പൊക്കെ ഞാൻ ചേച്ചിന്റെ ഫോണിൽ എടുത്തതാണ് കേട്ടോ. അതാണ് വേറൊരു ക്ലിയർ, കാരണം എന്റെ ഫോൺ ഇവിടെ എത്തിയപ്പോ തന്നെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചാർജിലിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് പറഞ്ഞ വെള്ളം മേലുണ്ട്. അത് വരെ ഈ ഫിൽറ്ററിന്റെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും ദൂരം നടന്നിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ അയ്യോ അതിനേട്ട നീന്തലാണ് വെച്ചാൽ. ഈ
ക്ലിപ്സ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഏട്ടനാണ്, അനിയേട്ടൻ്റെ ഏട്ടനാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അനിയേട്ടൻ്റെ ഏട്ടനെടുത്ത വീഡിയോ ആണ് ഇത്. ഇത് തനുമോളെ അതുവിനെയും അനിയേട്ടൻ്റെ വലിയ മാമയാണ് കേട്ടോ അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഈ ടൈം ആയപ്പോഴേക്കൊക്കെ തനുമോളും എല്ലാവരുമായിട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. ഇതാ ഓരോ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അതുവിനാണെന്നുണ്ടെങ്കിൽ വിൻചേച്ചി ഞങ്ങൾക്ക് അങ്ങനെ പൂളിലിറക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് രണ്ടുപേരും അങ്ങനെ പൂളിലിറക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ആരോ എന്നോട് പറഞ്ഞു തനുമോളൊക്കെ അവിടെ, തനുമോളും അതും കൂടി വിൻചേച്ചി തോന്നുന്നുണ്ട്, തനുമോളും അതും കൂടി അവിടെ കളിക്കുന്നതാണ്, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ അനിയേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അനിയേട്ടൻ്റെ ഏട്ടനൊക്കെ കൂടുതലുള്ള ആളാണ് അപ്പു. അവൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പു അനിയേട്ടനെ നീന്താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വലിയ വീരവാദം മുഴക്കുന്നില്ല, കാരണം ഈ വീടിന് താഴെ ചിലപ്പോൾ ബാക്കിയുള്ളവരൊന്ന് കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കും നീന്തൽ അറിയില്ല, എന്നെ വിൻചേച്ചിയൊക്കെയാണ് കേട്ടോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ ഫുഡും കാര്യങ്ങളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പുട്ട്, കടലക്കറി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളി ടേസ്റ്റ് വരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ റൂമിലേക്ക് വരുവാണ്. റൂമിൽ വന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ പൂളിക്ക് ഇറങ്ങാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വിൻചേച്ചി എത്തിയിട്ടുണ്ട്. വിൻചേച്ചി എത്തിയത് ഇതാ ഒന്ന് സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുരിശുമലയൊക്കെ കണ്ട് വന്ന് ആ കറക്റ്റ് ടൈമിന് തന്നെ ഉണ്ട് ഇവരിവിടെ ഫുഡ് എത്തിച്ചിട്ടുള്ളത്. ഇത് ഇവർ തന്നെ രാവിലത്തെ ഫുഡ് ഇവർ തന്നെ ഞങ്ങൾക്ക് എത്തിച്ചു കേട്ടോ. തലേന്ന് രാത്രിക്കകത്ത് പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവർ തന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അനിയേട്ടനും മാമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എങ്ങനെ എത്തിയാലോ എന്നുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും പറയുന്നുണ്ടായിരുന്നു നമ്മൾ എത്ര ടൈമിൽ തന്നെ ഫുഡ് എത്തിയാൽ മതി എന്നുള്ളത്. അങ്ങനെ ആ വിശന്ന് വന്ന സമയത്ത് ഫുഡും കഴിച്ച് ഇതാ ഒരു കിടത്തായിരുന്നു. അങ്ങനെ ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ. 2 മിനിറ്റ് കിടന്ന് ഞങ്ങൾ വേഗം നീറ്റ് പോയിട്ടോ. കാരണം ഞങ്ങൾക്ക് ഇനി പൂളിക്ക് ഇറങ്ങണം. കാരണം 12 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാക്സിമം എൻജോയ് ചെയ്യണമല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിൽ തന്നെയാണ് തലേന്ന് ഞാൻ വന്നതും പൂളിൽ ഇറങ്ങിയതൊക്കെ ഈ ഡ്രസ്സ് തന്നെ ആയിരുന്നു. അപ്പോൾ അതേ ഡ്രസ്സ് ഞാൻ അവിടെ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ തന്നെ ഇങ്ങനെ വിരിച്ചിട്ടതായിരുന്നു. അപ്പോൾ അതന്നെ ഇട്ടിട്ട് അങ്ങനെ പൂളിക്ക് ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ പോകുന്ന ടൈമിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പൂളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്ലിപ്സ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടിയും കുറേ സമയം ഇങ്ങനെ നീന്തലും എല്ലാം കഴിഞ്ഞിട്ട് കയറാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈമിൽ എടുത്തതാണ് കേട്ടോ. കാരണം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു ക്ലിപ്പ് എടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ 11:30 ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് 12 മണിക്കൂറൊന്ന് വെക്കേറ്റ് ചെയ്യണം. പക്ഷേ ഞങ്ങൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ പൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഷടപടി ഹോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർ എന്താ പറയുക വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ പിന്നെ അവർ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോൾ അതിനായിട്ടൊക്കെ അവരിങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവരെല്ലാവരും നമ്മൾ ഈ ഏതപ്പോൾ ഫിലിം CID മൂസിലല്ലേ ആ കറക്റ്റ് ആ ഒരു ബോംബിൻ്റെ ആ ഒരു ടൈമിലെല്ലാവരും ഉള്ളൂ. അതുപോലെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ വേഗം ഇറങ്ങണു. ആ ലാസ്റ്റ് മിനിറ്റിലും ഞാൻ വിൻചേച്ചിയോട് പറഞ്ഞു ഞാൻ ഒരു മേക്കപ്പും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിനി വണ്ടിയിൽ വന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങുമല്ലോ, നമ്മൾ വണ്ടിയിലാണല്ലോ. അപ്പോൾ പക്ഷേ എന്താ ആ ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നതാണ്. ഈ സമയത്ത് എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ കറക്റ്റ് ആ ലാസ്റ്റ് ടൈമിൽ ഞാൻ പോകുന്ന പോക്കിലാണ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുന്നത് കേട്ടോ. മേക്കപ്പ് വെച്ചാൽ ഒരുപാട് പുട്ടി കാര്യങ്ങൾ അങ്ങനെ ഒന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഐബ്രോസ് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇത് എനിക്ക് മസ്റ്റാണ് കേട്ടോ. ഐബ്രോസ് കളർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് യാതൊരു കോൺഫിഡൻസും ഉണ്ടാവില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. ഞാൻ വിൻചേച്ചിനോട് മെയിനായിട്ട് പറഞ്ഞിരുന്നു ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ചെയ്യേണ്ട, നമുക്ക് വേഗം കണ്ടിട്ട് ഇറങ്ങാന്നുള്ളത്. പക്ഷെ പോണ പോക്കിൽ ഇങ്ങനെ എടുത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴത്തെ കാണുമ്പോൾ ഭയങ്കര ശരിയായിരുന്നു. കാരണം വെച്ചാൽ ഒക്കെ കെട്ടിപ്പെറുക്കി പോയാൽ പോരായിരുന്നു എന്നുള്ളൊരു മൈൻഡിൽ. എന്തായാലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടോ. പിന്നെ ഇത് ഏട്ടൻ വല്യമ്മ വരുന്ന വീഡിയോ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വല്യമ്മയ്ക്ക് എടുത്തു കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ നിന്ന വില്ല. ഞങ്ങൾ ഇന്ന് റിസോർട്ട് ഇതാണ്. ഇവർ ഈ കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. വല്യമ്മ പോകുന്ന സമയത്ത് ഞങ്ങളെ കൂടെ ഇരുന്ന് വന്നത്. പക്ഷെ ഇപ്പോൾ പോകുമ്പോൾ അവരെ കൂടെയാണ് കേട്ടോ. കാരണം അവർ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ. പിന്നെ അവരെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോന്നു. ഞാനും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ് തന്നെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ട് അവർ അവിടെ സ്റ്റെക്കായി നിന്നത്. ഞങ്ങളെല്ലാവരും ഞാനൊക്കെ ആദ്യം കയറി വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഫാമിലിയായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴത്തോട്ട് തന്നെ ഇറങ്ങി എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ അത് ഇനി അത്യാവശ്യം വലിയൊരു ഇറക്കാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അതോടെ ഇവിടുന്നൊക്കെ ഇങ്ങനെ ലോറി വരും കേട്ടോ. അല്ല ലോറിയല്ല, ജീപ്പ്. ഇപ്പോൾ തണുപ്പൊന്നും ചെയ്യില്ല. പിന്നെ നമ്മളടുത്ത മാതിരി
നമ്മളെ വണ്ടിയാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള റിസോർട്ടാട്ടോ, വേറെ ഒന്ന് കെലോസിയ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ബുക്ക് ചെയ്യേണ്ട നമ്പറാണ്. കയറിയിട്ട് പോപ്കോണും വാങ്ങിച്ച് കഴിച്ച് ഏട്ടനും സഞ്ചേച്ചിതാ പോകും. പിന്നെ ഈ കയറ്റം മുഴുവൻ ഇറക്കം കംപ്ലീറ്റ് ഇറങ്ങിയത് അവിടെ എത്തണം. ഇത്രയും മല നോക്ക്. ഡുറ ഹിൽവില്ല്, മിസ്റ്റി ബേ, ഇതിക്കൊക്കെ വിളിക്കാനുള്ള നമ്പറുകളാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇവിടെ ഇങ്ങനെ കയറ്റം അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.